ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 87ാമത്തെ പാർട്ടാണ്. നമുക്കൊന്ന് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇന്നലെ എൻ്റെ പാട്ട് കേട്ടിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞത് ഒത്തിരി താങ്ക് യു. ഇനി അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നമുക്ക് സ്റ്റോറി തുടങ്ങാം. ഇതെൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. ഇത് നിനക്കറിയോ? എൻ്റെ കുട്ടിയുടെ ഇഷ്ടക്കേടും ഇതത്തന്നെ അറിഞ്ഞൂടെ? പക്ഷേ എനിക്ക് നിൻ്റെ അറിയില്ലല്ലോ. ഞാൻ സെൽഫിഷാണ് ദത്ത. ഞാനെന്തെങ്ങനെ? നിനക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എനിക്കൊന്നും അറിഞ്ഞൂടാ. അയ്യോ, ഇനി എൻ്റെ പൊന്ന് അതിൻ്റെ പേര് കരയണ്ട. എൻ്റെ കുട്ടിയുടെ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ ദത്തൻ്റെ ഇഷ്ടം. ഞാൻ വെറുതെ പറയുന്നതല്ല. നീ എത്ര എൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്നാടാ. ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മവെച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ വർണ്ണയ്ക്ക് സ്വയം എവിടെയോ ഒരു കുറ്റബോധം തോന്നിയിരുന്നു. അവൾ പതിയെ എപ്പോഴും ഉറങ്ങിപ്പോയി. പുതിയ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് ദത്തനും. പിറ്റേ ദിവസം രാവിലെ വർണ്ണ കണ്ണു തുറന്നുമ്പോൾ അടുത്ത അത്തനില്ല. അവൾ തലവഴിയുള്ള പുതപ്പ് പതിയെ മാറ്റി ബെഡിൽ എണീറ്റിരുന്നു. സമയം 8 മണി. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. ഒരു 9:30 ക്ലാസ്സിലെത്തണം. അതിന് 9 മണിയാകുമ്പോഴത്തേക്കും റെഡി ആവണം. എന്നാലും 9:15 ബസ്സിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 8 മണിക്ക് എണീറ്റ കോളേജിൽ പോകാൻ സമയമുണ്ട്. 9 മണി വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ ഇന്ന് കോളേജിൽ പോകണ്ട. ഈശ്വര, ദത്തന് ഓർമ്മയുണ്ടാവില്ലേ ഇന്ന് എനിക്ക് കോളേജിൽ പോകണമെന്ന്. അവൾ വീണ്ടും ബെഡിലേക്ക് കിടന്നു. സമയം 8:15, 8:30, 8:45, 9. ഹാവൂ, ഇനി രക്ഷപ്പെട്ടു. അവൾ സമാധാനത്തോടെ എണീക്കാൻ ദത്തൻ റൂമിലേക്ക് വരുന്ന ശബ്ദം കേട്ട് വീണ്ടും ബെഡിലേക്ക് ഉറങ്ങുന്ന പോലെ കിടന്നു. കുഞ്ഞെ, എണീക്കടാ, സമയമായി, നമുക്ക് ക്ലാസ്സിൽ പോകണ്ടേ? ദത്തൻ വിളിച്ചതും വർണ്ണ തിരിഞ്ഞു കിടന്നു. കുഞ്ഞെ, വെറുതെ കളിക്കല്ലേ, എണീക്കാൻ നോക്ക്. ദത്തൻ അവളെ എടുത്ത് എണീപ്പിച്ചിരുത്തി. സമയം 9 മണിയായി ദത്ത. ഇനി കുളിച്ചപ്പോൾ പോവാനാ? 10 മണിക്കല്ല ക്ലാസ്. ഇനി ഇഷ്ടം പോലെ ടൈമുണ്ട്. എനിക്ക് പനിയാ ദത്ത. ദേ, എന്നെ ദേഷ്യം പിടിപ്പിച്ചാണ്ടല്ലോ. എണീക്കിന് മര്യാദയ്ക്ക്. ഇങ്ങനെയുണ്ടോ ഒരു മുടി? ദത്തൻ്റെ ശബ്ദം ഉയർന്നു. വർണ്ണ ഞെട്ടി. അടുത്ത നിമിഷം അവൾ കരയാനായി മുഖം കൂർപ്പിച്ചു. ദത്തൻ ഇരുന്നിടത്ത് എണീറ്റു. കൊള്ളക്കുറച്ചിലെങ്ങാനും കരയാൻ ആ തിരുവായ തുറന്ന നല്ല പേരവടി മുറ്റത്ത് നിൽപ്പുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. എല്ലാം നിൻ്റെ ഭാഷയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ദത്തൻ അവളെ കൈ പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് നടന്നു. ഒപ്പം പറഞ്ഞ കരയുകയും ചെയ്യുന്നുണ്ട്. വായെടുക്കിരി, ദത്തൻ അലറി. അവൻ ബ്രഷും പേസ്റ്റും എടുത്തു കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയി. വർണ്ണയ്ക്ക് ഇടാനുള്ള ഡ്രസ്സുമായി വരുമ്പോഴേക്കും വർണ്ണ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി ബാത്റൂമിൽ നിന്ന് സമയം കളയാനാണ് ഉദ്ദേശമെങ്കിലും ഞാൻ ഡോറും പുറത്തുനിന്ന് ലോക്ക് ചെയ്യും. പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിയുന്ന നേരത്തെ അത് തുറക്കുള്ളൂ, ഓർത്തോ? അത് പറഞ്ഞ് ദത്തൻ യൂണിഫോം അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. വർണ്ണ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വേഗം കുളിച്ചിറങ്ങി. അതിനോടകം അവൾ കരച്ചിൽ നിർത്തി. പിന്നീട് മുഖം വീർപ്പിച്ചാണ് നടന്നത്. കുളി കഴിഞ്ഞ് വന്ന വർണ്ണ ദത്തൻ ഫുഡ് എടുത്തു വെച്ചിരുന്നു. സത്യത്തിൽ അതെല്ലാം കണ്ട് വർണ്ണയ്ക്ക് സങ്കടം തോന്നി. തൻ്റെ നല്ലതിന് വേണ്ടിയാണ് ദത്തൻ പറയുന്നത്. പക്ഷേ അവനെ വിട്ട് പോവാൻ വയ്യാത്തതുകൊണ്ടാണ് ക്ലാസ്സിൽ പോവാത്തത്. കൂട്ടത്തിൽ പഠിക്കാനുള്ള മടിയും. അതിൻ്റെ ദേഷ്യം തീർക്കാൻ ദത്തൻ ഫുഡ് കൊടുത്തപ്പോൾ വർണ്ണ വാശി കാണിച്ച് കഴിച്ചില്ല. എന്നാൽ അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നതായതോടെ വേഗം കഴിച്ചു. സമയം 9:30 ആയി കാണും. വർണ്ണ ബുക്കെല്ലാം ബാഗിലെടുത്ത് വെച്ചു. യൂണിഫോം ഷാളെടുത്ത് പിൻ ചെയ്യാനായി കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. താടാ, ഞാൻ ചെയ്യാം. വേണ്ട, ഞാൻ ചെയ്തോളാം. എനിക്കറിയാം ഇതൊക്കെ. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല. അത് പറഞ്ഞ് അവൾ ഷാൾ മടക്കി സൈഡിലായി പിൻ ചെയ്ത് വെച്ചു. അതെല്ലാം നോക്കി ദത്തൻ ഒന്നും മിണ്ടാതെ ഡ്രസ്സിംഗ് ടേബിളിൽ ചാരി നിന്നു. വർണ്ണ അവനെ ശ്രദ്ധിക്കാതെ ബെഡിന് മുകളിൽ നിന്നും ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു. ദത്തൻ പിന്നിൽ നിന്ന് വിളിക്കുമെന്ന് അവൾ കരുതിയെങ്കിലും അവൻ വിളിച്ചില്ല. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ദത്തനൊന്ന് തിരിഞ്ഞു നോക്കി. കാണാനില്ല. അവൾ തോളിലെ ബാഗ് ചെയറിലിട്ട് അകത്തേക്ക് വന്നപ്പോൾ ദത്തൻ അതേ നിൽക്കുകയാണ്. വർണ്ണ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. സങ്കടമായോ ദത്ത നിനക്ക്? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ.
പക്ഷെ ദത്തനൊന്നും മിണ്ടിയില്ല. പിണങ്ങല്ല ദത്ത, സോറി സോറി സോറി, എന്നോട് എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ്. ദത്തൻ അവളെ തന്നെയും നടത്തി മാറ്റി. ശേഷം അവളെ നെറുകയിലായി ഉമ്മ വെച്ചു. ടൈമായി, പോയിട്ട് വാ. എന്നോട് ദേഷ്യമാണോ? ഞാൻ അറിയാതെ പറഞ്ഞതാ ദത്ത, വേണമെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കോ, പക്ഷെ ഒന്നും മിണ്ടാതിരിക്കില്ലേ. ദേഷ്യമോ? എൻ്റെ കുട്ടിയോട് ദത്തൻ ദേഷ്യപ്പെടോ? പോയിട്ട് വാ. ദത്തൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. വർണ്ണയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു. ചെയ്ത് തെറ്റാന്ന് തോന്നൽ തിരിഞ്ഞ് നടന്ന അവൾ പെട്ടെന്ന് ദത്തൻ്റെ അരികിലേക്ക് ഓടി വന്നു. അവൻ്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കാല് കയറി ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചു. പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ദത്തന് പിന്നിലേക്ക് ആഞ്ഞുപോയി. വർണ്ണ അവനെ വിടാതെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ കീഴ്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും മാറി മാറി നുകർന്നു. അവസാനം ഒരു കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. സോറി ദത്ത, ഇനി ഞാൻ ഒരിക്കലും പറയില്ല. അവൻ്റെ ഷർട്ടിൽ വർണ്ണയുടെ കണ്ണീരിൻ്റെ നനവ് പടർന്നു. ദത്തൻ അവളുടെ മുഖം ഉയർത്തി തനിക്ക് നേരെ പിടിച്ചു. എൻ്റെ കുട്ടി എന്തിനങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് കരയണേ? ആ പഴയ വർണ്ണ എവിടെ പോയി? അവളെ എനിക്കിഷ്ടം. ദത്തൻ അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണീരിനെ തൻ്റെ ചുണ്ടുകളെ തുടച്ചു മാറ്റി. അവസാനം അത് വർണ്ണയുടെ അതരങ്ങളിൽ വന്ന് നിന്നു. ദത്തൻ ഒന്ന് വർണ്ണയുടെ കണ്ണിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അടുത്ത നിമിഷം ദത്തൻ അവളെ എടുത്തുയർത്തി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ഇരുത്തി. അവളുടെ ഇരു കാലുകളും തൻ്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. ശേഷം അവളുടെ അതിരങ്ങളിലേക്ക് പതിയെ ആഴ്ന്നിറങ്ങി. ഒട്ടും വേദനിപ്പിക്കാതെ മൃദുലമായ ഒരു ചുംബനം. ഈ ചുണ്ടിനെ മേൽച്ചുണ്ടിനെ മാറി മാറി നുകർന്നു. പതിയെ അവൻ അവളെ സ്വതന്ത്രയാക്കി. സമയം പോയി എൻ്റെ കുഞ്ഞെ, വാ ഞാൻ കൊണ്ടാക്കാം. അത് പറഞ്ഞ ദത്തൻ തൻ്റെ മുണ്ടിൻ്റെ അറ്റം കൊണ്ട് അവളുടെ മുഖമാകെ തുടച്ചു കൊടുത്തു. ശേഷം നെറ്റിയിൽ ഒന്ന് ഉമ്മ വെച്ച ശേഷം അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവൾ അപ്പോഴും ഒരു മായാലോകത്തായിരുന്നു. ദത്തൻ വാതിൽ പൂട്ടി ചേർന്ന് മുകളിൽ വെച്ച വർണ്ണയുടെ ബാഗ് അവളുടെ തോളിലിട്ട് കൊടുത്തു. ദത്തൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും പിന്നിൽ വർണ്ണയും കയറി. അവൻ്റെ പുറത്ത് തലവെച്ച് അവൻ്റെ വയറിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് വർണ്ണ കണ്ണടച്ചിരുന്നു. കുഞ്ഞ്. ദത്തൻ്റെ വിളി കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. വർണ്ണ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി. ദത്തൻ അവളുടെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിൽ വെച്ചു. പോയി വാ, ക്ലാസ്സൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. വൈകുന്നേരം വിളിക്കാൻ വരുമോ? ചിലപ്പോഴേ വരൂ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. വന്നില്ലെങ്കിൽ എൻ്റെ കുട്ടി അനുവിൻ്റെ വേണീരം കൂടെ വന്നാൽ മതി, സൂക്ഷിച്ചു വരണം. അവൻ ചിരി മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ പൊക്കോ. വർണ്ണ ഗേറ്റ് കടന്നതും ദത്തൻ ബുള്ളറ്റ് തിരികെ പോയി. വർണ്ണ ക്ലാസ്സിലെത്തുമ്പോൾ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ നേരെ ലാസ്റ്റ് ബെഞ്ചിലേക്ക് നടന്നു. അവൾ അനുവിൻ്റെ വേണിയുടെ അടുത്ത് വന്നിരുന്നു. എന്തിനാ ഇത്ര നേരത്തെ വന്നേ? മിസ് ക്ലാസ്സിൽ വന്നിട്ട് മതിയായിരുന്നു, അനു പറഞ്ഞു. അപ്പം ഞാൻ വന്നായേ കുറ്റം? വർണ്ണമോള് രാവിലെ തന്നെ കട്ടക്കൽപ്പിലാണല്ലോ, നീ എങ്ങനെയാ വന്നേ? വർണ്ണ ചോദിച്ചു. ദത്തൻ കൊണ്ടാക്കി തന്നു. ആണോ? വൈകുന്നേരം വിളിക്കാൻ വരുമോ? ഞങ്ങൾ അറിഞ്ഞില്ല നീ ഇന്ന് വരുമെന്ന്. ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ നീ വരില്ല എന്നാണല്ലോ പറഞ്ഞേ. അങ്ങനെയാ വിചാരിച്ചേ. പിന്നെ തോന്നി എന്തിനാ വെറുതെ ക്ലാസ് കളയണേ, ക്യാഷ് കൊടുത്ത് പഠിക്കുന്നതല്ലേ. ഇത് ഞങ്ങളുടെ പറഞ്ഞയല്ല, ഞങ്ങളുടെ പറഞ്ഞ മോൾ ഇങ്ങനെയല്ല, അനു പറഞ്ഞു. ഞാൻ നന്നായി, അതാ വൈകുന്നേരം നമുക്ക് ഒരുമിച്ചിട്ട് ബസ്സിന് പോവാം. വേണ്ട, ദത്തോടിനോട് പറയാൻ വിളിക്കാൻ വരാൻ. ഞാൻ പറഞ്ഞപ്പോൾ ദത്തൻ ചിലപ്പോഴേ വരുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അനുമോള് പറഞ്ഞ എൻ്റെ ഏട്ടനെ അത് തട്ടിക്കളയാൻ പറ്റില്ല. അനു ബാഗിൽ നിന്ന് ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ദത്തേട്ടാ, വൈകുന്നേരം ഒന്ന് പറഞ്ഞേ. അല്ല, ഞങ്ങളെ വിളിക്കാൻ വരുമോ? ഒരു 4 മണിക്ക് വന്നാൽ മതി. കാറ് വേണ്ട കേട്ടാ, നമ്മുടെ കുടുകുടു മതി. ദത്തൻ അവൾ വോയിസ് അയച്ചു. പെട്ടെന്ന് മിസ് വന്നത് എല്ലാവരും എണീറ്റു. മിസ് വന്നത് അറ്റൻഡൻസ് എടുക്കാൻ തുടങ്ങി. ഡി, ദത്തേട്ടൻ വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ അനുമോള് പറഞ്ഞ ഏട്ടന് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ആണോ? എവിടെ നോക്കട്ടെ? വർണ്ണ പറഞ്ഞു. അനു ഫോൺ വർണ്ണയ്ക്ക് നേരെ നീട്ടി. ഓക്കേടാ, വരാം. ദത്തൻ്റെ മെസ്സേജ് അനു കാണിച്ചു. അതെന്താ അങ്ങനെ? ഞാൻ ചോദിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞു. എങ്ങനെ വരാനാ? നീ ഏട്ടന് കുറച്ച് ബഹുമാനം കൊടുക്കണം. നീ സ്വന്തം കിട്ടിയ പേരല്ലേടി വിളിക്കണേ.
പിന്നെ അതിനിപ്പോൾ എന്താ, ഞാൻ അങ്ങനെ വിളിക്കുന്ന ദത്തനും ഇഷ്ടം. എന്താ അവിടെ ഒരു ബഹളം? രജിസ്റ്റർ അടച്ചു വെച്ച് മിസ് ലാസ്റ്റ് ബെഞ്ചിനരികിലേക്ക് വന്നു. ആ, മൂന്നാൾ വന്നാ വെറുതെ അല്ല ഒരു ബഹളം. ഇന്നലെ വരെ ഈ ബെഞ്ചിൽ നിന്ന് ഒരു ശബ്ദം പോലും ഉണ്ടായില്ല. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഇവള് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ടീച്ചർ, വേണി പറഞ്ഞു. അതിന് ഞാൻ തന്നോടാണോ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് വർണ്ണയോടാ. ഇവൾക്ക് എന്താ നാവില്ലേ? അതോ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ പോയപ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ടു മിസ്, അനു പറഞ്ഞു. വാട്ട്? അത് പിന്നെ ടീച്ചർ അവിടെ പോയി മഞ്ഞടിച്ച് തണുപ്പടിച്ച് അവളുടെ സൗണ്ട് നഷ്ടപ്പെട്ടു പോയി മിസ്. തൊണ്ടയിൽ കിച്ചാണ്, സംസാരിക്കാൻ പറ്റില്ല. വേണിയുടെ നോട്ട് കംപ്ലീറ്റ് ആണോ? അതെ മിസ്. അവൾ ബുക്ക് കൊടുത്തോണ്ട് ടീച്ചർ സംശയത്തോടെ ചെക്ക് ചെയ്തു. ഇരിക്കി, ടീച്ചർ കണ്ണടക്കിടയിലൂടെ നോക്കി പറഞ്ഞു. അനുവിൻ്റെ ബുക്കിനെ കൈനീട്ടി. അവളും ബുക്ക് കൊടുത്തു. ടീച്ചർ അത് ചെക്ക് ചെയ്ത് അവളെ ഇരിക്കാൻ പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണോ ഫാദറിൻ്റെ വീട്ടിലാണോ എന്നൊന്നും എനിക്കറിയണ്ട. എൻ്റെ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കണം. എവിടെ നോട്ട്? വർണ്ണദത്തനെ മനസ്സിലൊന്ന് സ്മരിച്ചു. പാവം, അന്ന് അവനെ കുറേ കുറ്റം പറഞ്ഞു, സോറി പറഞ്ഞു. വർണ്ണ ബുക്ക് കൊടുത്താണ് ടീച്ചർ അത് ചെക്ക് ചെയ്തു. വെരി ഗുഡ്, നൈസ് ഹാൻഡ് റൈറ്റിംഗ്. 3 പേരും നന്നാവാൻ തീരുമാനിച്ചല്ലോ, ഗുഡ്. അത് പറഞ്ഞ് മിസ് മറ്റുള്ളവരെ നോട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. കോഴി ചിക്കിയ പോലെയുള്ള നിൻ്റെ കയ്യക്ഷരത്തെയാണ് ടീച്ചർ ഇത്രയും പൊക്കിയത്. നോക്കട്ടെ. വേണി അവളുടെ ബുക്ക് വാങ്ങി. എടി, ഇതാരെഴുതി തന്നെ? എന്ത് രസാ കാണാൻ. വേണി അതിലൂടെ ഒന്ന് വിരലോടിച്ചു. ഞാൻ എഴുതിയ? ഒന്ന് പോടി, സത്യം പറ, ആരെഴുതി തന്നെ? ദത്തൻ. എൻ്റെ ഈശ്വര, ദത്തൻ്റെ ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ? ഇവള് പറഞ്ഞു വെച്ച് ദത്തേട്ടന് ഒരല്പം പഠിപ്പിക്കുക. പിന്നെ IPS അല്ലേ, അപ്പം ഇതിനപ്പുറം അത്ഭുതങ്ങൾ കാണേണ്ടി വരും, അനു പറഞ്ഞു. അപ്പോഴേക്കും മിസ് എല്ലാവരെയും നോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. വർണ്ണയുടെ, അനുവിൻ്റെയും വേണിയുടെയും ഫസ്റ്റ് ബെഞ്ചിലെയും പഠിപ്പുകളുടെയും ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും നോട്ട്സ് കംപ്ലീറ്റ് അല്ല. എടി, എല്ലാവരും നമ്മളെ നോക്കണേ, കുറച്ച് വെയിറ്റ് ഇട്ടിരിക്കാം. ഇതൊക്കെ എന്ത്? 3 പേരും ഒരു നിമിഷം മനസ്സിൽ ദത്തനെ ഓർത്തു. ദത്തൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് 2 പേരും കറക്റ്റായിട്ട് നോട്ട്സ് എഴുതിയത്. അന്നത്തെ ദിവസം 3 പേരും നല്ല അഹങ്കാരത്തിൽ തന്നെയായിരുന്നു. എല്ലാവരും നോട്ട് എഴുതാൻ അവരുടെ ബുക്കാണ് വാങ്ങിയത്. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം 3 പേരും കൂടി ഇറങ്ങുമ്പോൾ ദത്തന് മുന്നിൽ റോഡിനപ്പുറത്തായി ബുള്ളറ്റ് ചാരി ദത്തൻ നിൽക്കുന്നുണ്ട്. അവനെ കണ്ടത് 3 പേരും റോഡിലേക്ക് ഓടിയിറങ്ങി. ദത്തൻ കൈകൊണ്ട് അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ശേഷം 2 സൈഡിലുമായി റോഡ് ക്രോസ് ചെയ്ത് അവരരികിലായി വന്നു. വണ്ടി വരുന്നത് നോക്കാതെയാണ് റോഡ് ക്രോസ് ചെയ്യണേ? ദത്തൻ ശാസ്ത്രിനോട് ചോദിച്ചു. ഏട്ടനെ കണ്ട സന്തോഷത്തിൽ അത് ശ്രദ്ധിച്ചില്ല. അനുവും വേണി ദത്തൻ്റെ 2 കൈയിലും പിടിച്ചു. കുഞ്ഞെ വാ. ദത്തൻ അവളെ വിളിച്ച് റോഡ് ക്രോസ് ചെയ്തു. ദത്തേട്ടൻ കാരണം ഞങ്ങൾക്കിന്ന് ക്ലാസ്സിൽ സ്റ്റാറായി. വേണി രാവിലെ ഉണ്ടായ കാര്യം സന്തോഷത്തോടെ പറഞ്ഞു. ദത്തൻ ബുള്ളറ്റിൽ ചാരിന്ന് പുഞ്ചിരിയോടെ അത് കേട്ടു. ഇത്രയും നല്ല ഏട്ടനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യ. പക്ഷേ ഇവളെ പോലെ ഒരു വിവരദോഷി ഏട്ടനെ എങ്ങനെ കിട്ടി? അനു പറഞ്ഞു. അത് പിന്നെ വിദ്യതെടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ലല്ലോ. തനിക്ക് നാണല്ലോടോ, സ്വന്തം ഭാര്യ ഇങ്ങനെ കൺമുന്നിൽ വെച്ച് കളിയാക്കിയിട്ടും വിളിച്ചോണ്ട് നിൽക്കാൻ ലജ്ജാവഹം. ഭരണദത്തനെ നോക്കി പേടിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞാലും എന്താ തെറ്റ്? വേണ്ടാട്ടാ, എൻ്റെ കുഞ്ഞിനെ അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കണ്ട. വാ പോവാൻ നോക്കാം. അത് പറഞ്ഞു ദത്തൻ ബുള്ളറ്റിലേക്ക് കയറി. 3 പേരുടെയും ബാഗ് അവൻ പെട്രോൾ ടാങ്കിന് മുകളിലായി ഒതുക്കി വെച്ചു. ദത്തന് പിന്നിലായി വർണ്ണയും അനുവും വേണിയും കയറി. തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴി അവർ പറഞ്ഞ എല്ലാം വാങ്ങിക്കൊടുത്താണ് ദത്തൻ അവരെ വീട്ടിലിറക്കിയത്. പിന്നീട് വീട്ടിലേക്ക് പോകുന്ന വഴി വർണ്ണ സൈലൻ്റ് ആയിരുന്നു. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ? ഒരു മൂഡ് ഓഫ്? ദത്തൻ മിററിലൂടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ദത്ത, ഞാനൊരു കാര്യം ചോദിച്ചത് സത്യം പറയോ? പിന്നെ പറയാതെ. നിനക്ക് എന്നെയാണോ അനുവിനും വേണീനാണോ കൂടുതൽ ഇഷ്ടം? അത് കേട്ടതും ദത്തൻ പെട്ടെന്ന് ബുള്ളറ്റ് നിർത്തി അവളെ തിരിഞ്ഞു നോക്കി. എന്താണ് അങ്ങനെ ചോദിക്കണേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അനു വേണിയും
എനിക്ക് നമ്മുടെ ഭദ്രയുടെ ശീലുവിൻ്റെയും പോലെയാ. ആ സ്നേഹം എന്നും ഉണ്ടാവും. പക്ഷെ നീ എൻ്റെ ജീവനല്ലേടാ. നീ അല്ലാതെ ഈ ദത്തനുണ്ടാവും. ഞാൻ ശ്വസിക്കുന്ന ശ്വാസം പോലും നിനക്ക് വേണ്ടിയല്ലേ. ദത്തൻ അത് പറഞ്ഞ അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പുറത്തേക്ക് തല വെച്ചു. എനിക്കറിയാം ദത്ത, പക്ഷെ നിന്നോട് വേറെ ആരെങ്കിലും കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് അസൂയ വരും. അതിൻ്റെ ആവശ്യമില്ല. ഈ ലോകത്ത് എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ ദത്തന് വേറെ ആരുള്ളൂ. തൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വർണ്ണയുടെ കൈ എടുത്ത ഉള്ളം കൈയിൽ ഉമ്മ വെച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു, സോറി ദത്ത, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചോദിച്ചതാ. നമ്മുടെ വേണിയല്ലേ, അപ്പം അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. അതെ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് പോവാം. കാരണം മുകളിൽ ദത്തൻ വണ്ടി മുന്നോട്ടെടുത്തു. മതി ദത്ത, കുറേ ആയില്ലേ ഞാൻ പഠിക്കുന്നു, എനിക്ക് വയ്യാണ്ടായി. ബുക്കിലേക്ക് തല ചരിച്ചു വെച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞു. ആ ഒരു ടോപ്പിക് കൂടെ പഠിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി പഠിക്കാം. ദത്തൻ തൻ്റെ ഫയൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്കിക്കോ, എന്നെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ച് ഞാനൊരു ഭ്രാന്തിയാവും. അപ്പോഴേക്കും നിനക്ക് എൻ്റെ വില മനസ്സിലാവുള്ളൂ. വർണ്ണ അത് പറഞ്ഞു വീണ്ടും പഠിക്കാൻ തുടങ്ങി. അത് കണ്ട് ദത്തൻ ചിരിച്ചു. മതി, ബാക്കി ഇനി കഴിച്ചിട്ട് പഠിക്കാം. ദത്തൻ കയ്യിലെ ഫയലെടുത്ത് ബെഡിലേക്ക് വെച്ചു. ശേഷം വർണ്ണയുടെ ബുക്ക് അടച്ച് അടുക്കളയിലേക്ക് നടന്നു. ചപ്പാത്തിയും ചിക്കനായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. വർണ്ണ അത് 2 പ്ലേറ്റിലേക്കായി കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. ദത്തൻ കൈ കഴുകി വന്ന് അവളുടെ അരികിൽ വന്നിരുന്നു. കഴിക്കുന്നതിൻ്റെ ഇടയിൽ വർണ്ണ കോളേജിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ദത്തൻ കൗതുകത്തോടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദത്തൻ ഒരു കഷ്ണം ചപ്പാത്തി എടുത്ത് വർണ്ണയ്ക്ക് നേരെ നീട്ടിയതും വർണ്ണ സംശയത്തോടെ നോക്കി. വെറുതെ ഒരാഗ്രഹം. ചപ്പാത്തി അവളുടെ വായിലേക്ക് വെച്ചു. ഒപ്പം അവളുടെ കയ്യിലായി ഉമ്മ വെച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വർണ്ണയ്ക്ക് ക്ഷീണമായി, ഉറക്കം വരലായി. ദത്തനെ പേടിച്ചിട്ടാണെങ്കിൽ പഠിക്കാതിരിക്കാനും പറ്റില്ല. അവൾക്ക് ഉറക്കം വരുന്നില്ല എങ്കിലും പഠിക്കാനുള്ള മടി കാരണം വെറുതെ ബുക്ക് നോക്കി ബെഡിൽ കിടന്നു. ദത്ത, ബാക്കി നാളെ പഠിച്ചാൽ മതിയാ? പറ്റില്ല പ്ലീസ്. പറ്റില്ല, അത് കുറച്ചേ ഉള്ളൂ, വേഗം പഠിച്ചു തീർക്ക്. ഇതിനാകെ ഒരു വഴിയുള്ളൂ. വർണ്ണ ബുക്ക് അടച്ചു വെച്ച് ദത്തൻ്റെ ഇരിക്കുന്ന ചെയറിന് മുന്നിൽ വന്ന് നിന്നു. അത് കണ്ട് ദത്തൻ ലാപ്ടോപ്പിൽ നിന്ന് തല ഉയർത്തി. എനിക്കിനി പഠിക്കാൻ വയ്യ ദത്തനെ, വെറുതെ വിട്ടേക്കും പ്ലീസ്. ഞാൻ ഇനി ജോലി വാങ്ങിക്കണമെന്നൊക്കെ നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഫയൽ എടുത്ത് കൊണ്ടുവരാൻ ഞാൻ നിന്നോളാം. ഈ വീട്ടിലെല്ലാ പണിയും ഞാൻ ചെയ്തോളാം. നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാം. തൻ്റെ കാല് പിടിച്ച് കരയുന്ന വർണ്ണയെ കണ്ട് ചിരിക്കണോ കരയണമെന്ന അവസ്ഥയിലായി ദത്തൻ. എൻ്റെ കുഞ്ഞെ, നീ എന്തി കാണിക്കണേ? ദത്തൻ അവളെ പിടിച്ചെണിപ്പിച്ച് മടിയിലേക്ക് ഇരുത്തി. ഇന്ന് പഠിച്ചത് മതി. എൻ്റെ കുട്ടി പറ്റുന്ന പോലെ എല്ലാം പതിയെ പഠിച്ച് എടുത്താൽ മതി. ഞാൻ നിർബന്ധിക്കണില്ല. അത് പറഞ്ഞ ദത്തൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. താങ്ക് യു. അത് പറഞ്ഞ ദത്തൻ്റെ ചുണ്ടിൽ ഉമ്മ വെച്ചുകൊണ്ട് വർണ്ണ അവൻ്റെ മടിയിൽ നിന്ന് എണീറ്റു. പക്ഷെ ദത്തൻ അതിന് സമ്മതിക്കാതെ അവളെ വീണ്ടും തൻ്റെ മടിയിലേക്ക് ഇരുത്തി. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ മിണ്ടാതെ കിടന്നുറങ്ങേണ്ട കാര്യമല്ലേ ഉള്ളൂ. വെറുതെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഉമ്മ തന്ന് എൻ്റെ വർക്കെല്ലാം കൊളാക്കിയില്ലേടി നീ. ഞാൻ പോയി അവിടെ ഇരുന്ന് ഫോണിൽ കളിച്ചോളാം, നീ ഇരുന്ന് വർക്ക് ചെയ്തോ. ഒന്നും ഉമ്മിച്ച് എൻ്റെ മനസ്സ് മാറ്റിയതും പോരാ, അവളുടെ വർക്ക് ചെയ്തോളാൻ. എന്താ ദത്തോ, ഇനി ഉമ്മ വേണ? അവൾ വീണ്ടും അവൻ്റെ ചുണ്ടിലേക്ക് ഉമ്മ വെച്ചു. ഇനി എൻ്റെ ദത്തൻ വർക്ക് ചെയ്തോട്ടോ. അവൾ എണീക്കാൻ നിന്ന് ദത്തൻ അവളെ സമ്മതിക്കാതെ അവളെ ഇറുക്കെ പുണർന്നു. ശേഷം അവളുടെ മുഖം കയ്യിലെടുത്ത് മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി. അവളെ മടിയിൽ നിന്നും എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തി. ലൈറ്റ് ഓഫ് ചെയ്ത് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി അവളിലേക്ക് അടുത്തു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേടാ, എനിക്കിപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന്. നീ എൻ്റെ അടുത്തുള്ളപ്പോൾ എനിക്കെന്തോ പറയാ, എന്നെക്കൊണ്ടത് കഴിയണില്ലടാ. അവളുടെ കഴുത്തിലേക്ക് ദത്തൻ തൻ്റെ മുഖം ചേർത്തു. വർണ്ണ അവൻ്റെ കണ്ണിലെ പ്രണയഭാവം താങ്ങാനാവാതെ കണ്ണടച്ചു. ദത്തൻ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി. ദത്തൻ്റെ സ്പർശനത്തിനനുസരിച്ച് അവളിൽ നിന്ന് ഉയർന്ന ശബ്ദങ്ങൾ അവനിൽ ആവേശം നിറച്ചു. അവൻ്റെ പ്രണയ ചൂടിൽ അവൾ അലിഞ്ഞില്ലാതെയായി. അവൻ്റെ ചുംബനങ്ങൾ അവളിൽ പലവിധ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചു. ദത്തൻ അവളിലേക്ക് പടർന്നു കയറി വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. കുഞ്ഞേ. കിതപ്പ് നിറഞ്ഞ ദത്തൻ്റെ വിളി കേട്ട് അവൻ്റെ നെഞ്ചിൽ കിടന്ന വർണ്ണ പതിയെ ഒന്ന് മൂളി. സോറിടാ, നാളെ എൻ്റെ കുട്ടിക്ക് ക്ലാസ്സിൽ പോകേണ്ട കാര്യം ഞാൻ ഓർത്തില്ല.
അവളെ നെറുകയിൽ തലോടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു. വർണ്ണ മറുപടിയൊന്നും പറയാതെ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് കിടന്നു. നാളെ ക്ലാസ്സിൽ പോയി ഉറക്കം തൂങ്ങൂടാ? ദത്തൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. വർണ്ണ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അമർത്തിക്കടിച്ചു. എടുത്തിണ്ടി, നീ എന്നൊക്കെ അടിക്കൂലേ? അത് പറഞ്ഞ ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ കഴുത്തിലായി കടിച്ചു. ശേഷം അവിടെ പതിയെ ഉമ്മ വെച്ചു. ഉറങ്ങിക്കോടാ, ദത്തൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾ ഉറക്കത്തിലേക്ക് വീണു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു പാട്ടായിട്ട് നാളെ കാണാം കേട്ടോ. കമൻ്റ് ഇടാൻ മറക്കരുത്. എങ്ങനെയുണ്ട് ദത്തനും പറഞ്ഞേ? അവരുടെ റൊമാൻസ് എങ്ങനെയുണ്ട്? എപ്പടി സൂപ്പറല്ലേ? എന്നാൽ ബൈ, നാളെ കാണാം കേട്ടോ.